എന്താണ് കുറേ നേരമല്ലേ പോയിട്ട് വല്ല പടവും കിട്ടിയോ? എടാ നിന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞത്. ഇത്ര സമയം എടുക്കുമെങ്കിൽ ഞാൻ പറഞ്ഞു തരത്തില്ലേ? ഇത് ഓരോ ദിവസങ്ങളുടെ പ്രാധാന്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യലുണ്ട്. അറ്റ്ലീസ്റ്റ് ഇന്ന് ഏതാ ദിവസം, ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെങ്കിലും നീ നോക്കിയിട്ടുണ്ടാ? ഇന്ന് 8th ഡേ ആണ്, December 1 വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ, ഐഡിയ ഇല്ല. എയ്ഡ്സ് റിലേറ്റ് ചെയ്ത ഒരു സിനിമ ഇന്ത്യയിൽ, നമ്മുടെ മലയാളി ഡയറക്ടർ തമിഴിൽ എയ്ഡ്സ് റിലേറ്റ് ചെയ്ത ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. നിനക്ക് മാത്രമല്ല, അത് നോർമൽ അധികം പേര് അറിഞ്ഞിട്ടില്ല. നിൻ്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാൽ അങ്ങനെ ഒരു പടമുണ്ട് തമിഴിൽ, പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത് പ്രകാശ് രാജ് അഭിനയിച്ച് അശോക് സെൽവനും സപ്പോർട്ടിങ് ലീഡിൽ വന്ന സമീർ താഹിർ DOP ചെയ്ത ഒരു സിനിമയുണ്ട്. ചില സമയങ്ങളിൽ നിന്നാണ് പേര്. സംടൈംസ് കണ്ടാലും തെറ്റില്ല. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച സിനിമ ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാരണം ഇന്ന് 8th ഡേ ആണ്. ഈ പടത്തിൻ്റെ തീം എയ്ഡ്സ് ആണ്. HIV ബാധ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു തീമുമായിട്ടാണ് ഈ പടം പോണത്. ആ പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, അൺയൂഷ്വലാണ്. ടോട്ടലി അൺയൂഷ്വാലിറ്റിയാണ്. അതായത് പ്രിയദർശൻ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പരിപാടിയാണ് പ്രിയദർശൻ. പ്രകാശ് രാജിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്, അശോക് സെൽവനിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിക്കാണ് അവരുടെ സംഭവങ്ങളിൽ. അത് അവർ മാത്രമല്ല, പടത്തിൽ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ഡെപ്ത് ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ഇമോഷൻ ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ സൈഡിൽ ഓരോ കാര്യമുണ്ട്, റീസൺ ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളൊന്നും പടം കണ്ടിട്ടില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ പടം കണ്ട് ഇങ്ങനത്തെ പടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്യൂച്ചറിൽ, അതായത് വേറെ രീതിക്ക് സ്ഥിരം ടെംപ്ലേറ്റ് പരിപാടി ട്രൈ ചെയ്യാതെ ഇച്ചിരി മാറിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ, പ്രിയദർശൻ പിന്നീട് അതേപോലെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇവരൊക്കെ ഇങ്ങനെ പിന്നെ ഒരു സംഭവങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് പോലും ഇങ്ങനെ ഉണ്ടാവണത്. അപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സാധാരണ നല്ലൊരു, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ട്രൈ ചെയ്യാനുള്ളൊരു സംഭവം ഈ ഡയറക്ടർ ഫെയിലറാണോ എനിക്കറിയില്ല. ഫെയിലിയർ എന്നുള്ള ഞാൻ ഉദ്ദേശിച്ച കാരണം നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ്. പടം ഏറ്റവും എക്സെപ്ഷണൽ സിനിമയാണ്. അത് ഏത് രീതിക്കാണ് റീച്ച് ആയിട്ടുള്ളത്, എങ്ങനെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്, റിലീസ് കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ ആരും ഇങ്ങനൊരു പടമുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. അതിന് ആരും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ പ്രിയദർശൻ ഇങ്ങനെയൊരു പടം ഡയറക്റ്റ് ചെയ്ത കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം, ഇത്രയും പടം ചെയ്താലടാ, എത്ര പടം കണ്ടാടാ ഡയറക്ടർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ പറയുക, ഹോളിവുഡും ബോളിവുഡും ഇറാനിയൻ പടമൊക്കെ കാണുന്നുണ്ടല്ലോ. തമിഴിൽ നമ്മുടെ ഒരു ഡയറക്ടർ ചെയ്ത ഈ പടം നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് പരിപാടിയാണ്? പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് കാര്യമില്ല. എടാ, ആദ്യം നമ്മളുടെ ഇവിടെ എന്താ നടക്കണേ, നമ്മുടെ പരിപാടികൾ എങ്ങനെയാണ്, നമ്മുടെ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യണേ, നമ്മുടെ ആൾക്കാർ ഇതിപ്പോൾ ആൾക്കൊരു സംഭവം നീ അടിച്ചു കൊടുത്തു, ഒരു ചാപ്പ അടിച്ചു കൊടുത്തെങ്കിലും ആർക്കും എന്താ പറയുക, ഇതിപ്പോൾ ശിവ ആളുടെ പരിപാടി ആളങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളൊരിക്കലും എന്താ പറയുക നന്നായി വരില്ല, ആളൊരിക്കലും എന്താ പറയുക നല്ലൊരു സ്ക്രീൻ പ്ലേ വെച്ചിട്ട് നല്ലൊരു സിനിമ ചെയ്യില്ല എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആള് എന്താ പറയുക, എല്ലാത്തിനും സ്ക്രീൻ പ്ലേ ഒരു കാര്യമാണ്. അതായത് ആൾക്കങ്ങനെ പ്രിയദർശൻ അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ കിട്ടി, ആളങ്ങനെ ചെയ്തു. പിന്നെ ശിവയ്ക്ക് ചെയ്തു കൂടുന്നില്ല, ശിവയ്ക്കും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഏത് രീതിക്ക് എത്ര അടിപൊളി സ്ക്രീൻ പ്ലേ കിട്ടിയ ഏത് ജോൺറയാണോ ശിവയ്ക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷേ നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യണത്, നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് വരണത് എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണത് നല്ലതാണ്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സിനിമകളുണ്ട്. അത് പല രീതിക്ക്, ഇതിപ്പോൾ ഇച്ചിരി ഒരു സ്ലോ പേസ് ഡ്രാമയാണ്.
നമുക്ക് എന്താ പറയുക, നിനക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും. പക്ഷെ നീ ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷെ നിനക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും. സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. കാരണം ഇച്ചിരി സ്ലോ പേസ് ആണ്. ഇത് ഡിസ്കസ് ചെയ്യുന്ന തീം ഇച്ചിരി ഇമോഷണലാണ്, ക്യാരക്ടേഴ്സൊക്കെ ഇമോഷണലാണ്. പക്ഷെ നീ കാണാത്തത് മോശമാണ്. അതിനിപ്പം ഒന്നും പറയാനില്ല. നീ എന്തായാലും കാണാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേടി പോകാനുള്ളോ. ഞാൻ നോക്ക്.